ധരണീഗർഭസംഭൂതം വിദ്യുൽകാന്തിസമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം. കുമാരനും സുബ്രഹ്മണ്യനും ശക്തി എന്ന ആയുധം, വേലെന്ന ആയുധം കൈവശമുള്ളവനുമായ ആ ചൊവ്വയെ ഞാൻ നമസ്കരിക്കുന്നു. ചൊവ്വ പുരുഷരാശിയിൽ സഞ്ചരിക്കുമ്പോൾ നാം ചിന്തിക്കുന്നത് സുബ്രഹ്മണ്യനെയും, സ്ത്രീരാശിയിൽ ഫെമിനൈൻ സൈൻ സ്ത്രീരാശിയിൽ സഞ്ചരിക്കുമ്പോൾ ചിന്തിക്കുന്നത് സാക്ഷാൽ ഭദ്രകാളിയെയും ആകുന്നു. ചാമുണ്ഡി, ഭദ്രകാളി തുടങ്ങിയ തമോമൂർത്തികളെയാണ് ചൊവ്വ യുഗ്മരാശിയിൽ, സ്ത്രീരാശിയിൽ ഫെമിനൈൻ സൈനിൽ നിൽക്കുമ്പോൾ ചിന്തിക്കുന്നത്. പുരുഷരാശിയിലാകട്ടെ ഓജരാശിയിലാകട്ടെ സുബ്രഹ്മണ്യനെയും. 12 രാശികളിൽ 6 രാശികൾ ഓജരാശികളും 6 യുഗ്മരാശികളുമാകുന്നു. ഏതൊക്കെ രാശികളാണ് ഓജരാശികൾ അഥവാ പുരുഷരാശികൾ എന്ന് പ്രിയമുള്ള പ്രേക്ഷകർ അറിയുന്നത്? മേടം, മിഥുനം, ചിങ്ങം, തുലാം, ധനു, കുംഭം. ഈ 6 രാശികളാകുന്നു പുരുഷരാശി അഥവാ ഓജരാശി. ഈ ഓജരാശികളിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ ചൊവ്വ സുബ്രഹ്മണ്യൻ്റെ ഫലത്തെ പ്രദാനം ചെയ്യും. യുഗ്മരാശികളായ ഇടവം, കർക്കിടകം, കന്നി, വൃശ്ചികം, മകരം, മീനം ഈ രാശികൾ സഞ്ചരിക്കുമ്പോൾ സാക്ഷാൽ ചാമുണ്ഡി, ഭദ്രകാളി മുതലായ ദേവതകളെയും നാം ചിന്തിക്കുന്നു. ഇവിടെ ചൊവ്വ സ്വന്തം ക്ഷേത്രമായ മേടത്തിൽ നിന്നും ഇടവൻ രാശിയിലേക്ക് പ്രയാണം ആരംഭിച്ചിരിക്കുന്നു. 45 ദിവസക്കാലമാണ് ചൊവ്വ ഇടവൻ രാശിയിൽ നിൽക്കുന്നത്. ജൂൺ 20 ചൊവ്വയുടെ ഇടവൻ രാശിയിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചു. അത് ഓഗസ്റ്റ് മാസം 2-ാം തീയതി വരെ 43 ദിനങ്ങൾ ചൊവ്വ ആ രാശിയിൽ ഇടവൻ രാശിയിലേക്ക് വരുന്നു. ഇവിടെ ഇടവൻ രാശി ചൊവ്വയെ സംബന്ധിച്ചോളം സുക്ഷേത്രമാണ്. ശുക്രനും ചൊവ്വയും പരസ്പരം സുഹൃത്തുക്കളാണ്. ചൊവ്വാക്ഷേത്രത്തിൽ ശുക്രൻ വന്നാലും ശുക്രക്ഷേത്രത്തിൽ ചൊവ്വ വന്നാലും അല്ലെങ്കിൽ പരസ്പരം ക്ഷേത്രങ്ങൾ മാറി നിന്നാലും പല വിഷയങ്ങളിലും, പ്രത്യേകിച്ച് സ്ത്രീ വിഷയങ്ങളിൽ അത്ര നല്ലതല്ല. ഇവിടെ ചൊവ്വയുടെ ആശ്രയഫലം എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കണം. ഇടവരാശിയിൽ ചൊവ്വ നിൽക്കുമ്പോൾ യുവതി ജിതാൻ സുഹൃഷു വിഷമാൻ പരദാരരതാൻ കുഹക സുവേഷ ഭീരു പരുഷാൻ സിതഭേ ജനയേത്. യുവതികൾ തന്നെ ജയിക്കുമെന്നാണ്, അല്ലെങ്കിൽ തനിക്ക് യുവതികളെ ജയിക്കാം. സുഹൃത്സു വിഷമാൻ സൗഹൃദത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. പരദാരരതാൻ അന്യരുടെ സ്ത്രീകളെ ആഗ്രഹിക്കും. ഭീരു പരുഷാൻ വളരെ പരുഷത്തോടുകൂടി പെരുമാറും. പാരുഷ്യത്തോടുകൂടി പരുഷമായി പെരുമാറും. പാരുഷ്യത്തോടുകൂടി പെരുമാറും. ഭീതനാകും. ഇതൊക്കെയാണ് ഇടവൻ രാശിയിലെ ചൊവ്വയുടെ ഫലം. അതിനാൽ നാം മേടം മുതൽ 12 രാശിക്കാരുടെയും ഇടവൻ രാശിയിലേക്കുള്ള ചൊവ്വയുടെ 43 ദിവസത്തെ പ്രയാണം എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയത്തെ ചർച്ച ചെയ്യുന്നു. പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കുക. മകമൂരം ഉത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് ചൊവ്വ നിൽക്കുന്നത് എവിടെയാണ്? ചൊവ്വ നിൽക്കുന്നത് 10-ാം ഭാവത്തിലാണ്. 10-ാം ഭാവത്തിൽ ചൊവ്വയെ സംബന്ധിച്ചോളം അതിശക്തമായ ഭാവമാണ്. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചോളം ചൊവ്വ 2 ഭാവങ്ങളുടെ അധിപനാണ്. ഒന്ന് ചൊവ്വ ഏത് ഭാവത്തിൻ്റെ? 4-ാം ഭാവത്തിൻ്റെ അധിപനാണ്. മറ്റൊന്ന് അവരുടെ 9-ാം ഭാവാധിപനാണ്. ഇവിടെ പൈതൃകമായ അല്ലെ മാതൃകമായ അച്ഛൻ്റെയും അമ്മയുടെയും ഭാഗത്തുള്ള സ്വത്തുക്കളുടെ വിഷയത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാകും. പലപ്പോഴും തനിക്ക് സ്വത്ത് കിട്ടുന്ന നല്ല സന്ദർഭമാണ്. ഗൃഹചിന്തകൾ വളരെ നല്ലതാണ്. 4-ാം ഭാവാധിപൻ ഭാവത്തിലേക്ക് നോക്കുന്നു. ഏതൊരു ഭാവത്തിലേക്കും ഭാവാധിപൻ്റെ ദൃഷ്ടിയുണ്ടെങ്കിൽ ആ ഭാവത്തിൻ്റെ ബലമാണ്. അതിനാൽ ഭൂമിലാഭം, ഗൃഹലാഭം ഇതൊക്കെ സംഭവിക്കാം. അതുമാത്രമല്ല അധികാരത്തിൻ്റെ പൂർണ്ണതയാണ് 10-ലെ ചൊവ്വ. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കർമ്മ തടസ്സങ്ങൾ ഉണ്ടാവുക, ദുഷ്കീർത്തി ഉണ്ടാവുക, തന്നെ അങ്ങേയറ്റം അനുസരിക്കുന്ന തൻ്റെ ഭൃത്യന്മാർ എന്തെങ്കിലും കാരണത്തിൽ തന്നോട് പരസ്പരം പോരടിക്കുവാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകും. വളരെ ജാഗ്രത പാലിക്കണം. കാരണം ചിങ്ങൻ രാശിക്കാർ ത്യാഗികളാണ്. അങ്ങേയറ്റം ത്യാഗത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യും. ഇവിടെ 12-ൽ വ്യാഴമായതുകൊണ്ട് പലപ്പോഴും സ്നേഹത്തിലൂടെ ദുഃഖം വരും. അതിനാൽ വളരെയധികം ശ്രദ്ധിച്ചിട്ട് മാത്രം കാര്യങ്ങൾ നീങ്ങുക. പൂർവികമായ സ്വത്തിൻ്റെ കാര്യത്തിലൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാകാം. അത് അച്ഛൻ്റെ ഭാഗത്തായാലും അമ്മയുടെ ഭാഗത്തിലായാലും. ധർമ്മേ സുത അർത്ഥ സുഖഭാഗ്. സുതത്തെയും ശാസ്ത്രത്തെയും ധനത്തെയും ഭജിക്കുമെന്നാണ് 10-ലെ ചൊവ്വയുടെ ഫലം പറഞ്ഞിരിക്കുന്ന വരാഹമിഹിര ആചാര്യൻ. ഇവിടെ ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്നു, കുലേ തസ്സുകയും മംഗളം മംഗളെന്നോ ജനേർഭൂവിതേ മധ്യഭാവോ യതിസ്യാത്. 10-ാം ഭാവത്തിൽ ചൊവ്വ വരുമ്പോൾ അങ്ങേറ്റം മംഗളങ്ങൾ തന്നെ കുടുംബത്തിലുണ്ടാകുന്നു. സ്വതസിദ്ധേവ അവതംസായ ദേശോ. തനിക്ക് ഒരു കിരീടം തൻ്റെ ശിരസ്സിൽ വന്നു ചേരുന്നൊരവസ്ഥയുണ്ടാകും. പല കാര്യത്തിൽ വളരെയധികം പ്രാധാന്യങ്ങൾ വരാം ഈ ഒരു 45 ദിവസക്കാലം. ധർമ്മദേവ സംഘത്തിൽ പോകണം. അവിടെ ഭദ്രകാളി അമ്മയ്ക്ക് വിളക്കിലേക്ക് എണ്ണ തിരിയൊക്കെ സമർപ്പിക്കണം. പ്രത്യേകിച്ച്
കൊടുങ്ങല്ലൂരൊക്കെ ബന്ധമുള്ള അല്ലെങ്കിൽ ചോറ്റാനിക്കരിയിൽ ബന്ധമുള്ള എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ധർമ്മദൈവ സങ്കേതങ്ങളുമായി വളരെയധികം ബന്ധപ്പെടുക. അതിലൂടെ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യപ്പെടുകയാണ്. വിളക്കിലേക്ക് എണ്ണ തിരി ഒക്കെ വഴിപാടായി സമർപ്പിക്കുന്നത് വളരെ ഉത്തമമാണെന്ന് അറിയുക. നന്ദി, നമസ്തേ.